അപ്പം നമ്മൾ ഭരണിക്കാവിലെത്തി കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടായിരുന്നല്ലോ അല്ലേ, ശാസ്താംകോട്ട എല്ലാം കറങ്ങി ഭരണിക്കാവിന് അടുത്ത് വരെ വന്നപ്പോൾ നമ്മൾ ആ വീഡിയോ നിർത്തിയായിരുന്നേ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഭരണിക്കാവിലെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാം. അങ്ങോട്ടാണ് പോകേണ്ടത് കേട്ടോ. പുറകോട്ട് നമ്മൾ ശാസ്താംകോട്ട ഭാഗത്തേക്കൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ ഈ ഭരണിക്കാവിലുള്ളവരൊക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ. ഇവിടെ കൂടുതൽ ഈ കുട്ടി വണ്ടികളാണ്, ചെറിയ ചെറിയ ബസ്സുകൾ. ഇതൊക്കെ വലിയ ബസ്സാണേ. ഭരണിക്കാവ് എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്കൊക്കെ നമ്മൾ ആദ്യമായിട്ട് വരുവാണ് കേട്ടോ. ഇവിടെ ഒരു ഹെൽത്ത് കെയർ ഒക്കെ ഉണ്ട്, എലിസ്റ്റർ. നമ്മളങ്ങനെ ഇപ്പോൾ കൊല്ലം ജില്ലയിലെ ഭരണിക്കാവിലാണ് കേട്ടോ. ഭരണിക്കാവിലെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് മുമ്പ് നല്ല മഴ പെയ്തുകൊണ്ടോ, വെള്ളം കിടക്കുന്നത്. നമ്മുടെ ടൈപ്പ് സ്കൂട്ടറുകളൊക്കെ ഇരിക്കുന്നുണ്ടോ, TVSൻ്റെ ശങ്കര TVS. ഭരണിക്കാവ് ടൗൺ കുറച്ച് നീളത്തിൽ അങ്ങോട്ട് ഉണ്ട് കേട്ടോ. ഭരണിക്കാവുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കമൻ്റൊക്കെ ചെയ്യണേ. ഈ സ്ഥലത്തിനൊക്കെ സ്പെഷ്യലായിട്ട് എന്താ ഉള്ള സംഭവങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ജംഗ്ഷനാണ് വരുന്നതെന്ന് തോന്നുന്നു. നല്ല വെയിലാട്ടോ. ഞാനിപ്പോൾ ഇവിടെ എന്നെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടങ്ങളിലുള്ള ആൾക്കാരൊക്കെ വെളിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അല്ലേ, നമ്മുടേതായ രീതിയിൽ ആ വീഡിയോ ഒക്കെ എടുത്തൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ പ്രത്യേകിച്ച് എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനൊന്നും പഠിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ഇവിടെ നിന്ന് വഴി തിരിയുന്നുണ്ട് കുറച്ച് മുന്നിൽ നിന്ന് ജംഗ്ഷനിലേ. നേരെ പത്തനംതിട്ട അടൂർ, ഇടത്തോട്ട് ചെങ്ങന്നൂർ, വലത്തോട്ട് കുണ്ടറ. ഈ കുണ്ടറയ്ക്ക് ഒന്ന് പിന്നീട് ഒരു പ്രാവശ്യം പോകണം. ഇന്നിപ്പോൾ എല്ലാം കൂടെ ഒക്കത്തില്ല. ഇതിൻ്റെ അപ്പുറത്ത് ഇനിയിപ്പോൾ സിനിമാ പറമ്പെന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്നാണെന്ന് പറയണേ. ഇവിടെ ആരുടെയെങ്കിലും ചോദിച്ച് നോക്കാം എന്താണ് ഈ സിനിമാ പറമ്പിനുള്ള പ്രത്യേകത എന്ന്. അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ഉൾപ്പെടുത്തണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു അമ്പലമാണ് കേട്ടോ. അമ്പലത്തിലേക്ക് ഇതിലേയും പോവാം. ഇവിടെ ഈ ക്യൂവിലുള്ള ട്രാഫിക് സിഗ്നലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ കൊണ്ട് ആ ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്ത് നോക്കി. ഭരണിക്കാവ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗണാണ് കേട്ടോ. ശാസ്താംകോട്ടയെക്കാട്ടിലും ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വന്ന സ്റ്റോപ്പായി കണ്ടോ. ഇങ്ങോട്ട് ഈ റൂട്ടിലൊന്ന് പോയി നോക്കണം. ഇവിടെ ബസ്സെല്ലാം ക്യൂവിൽ കിടക്കുവാണ്, സിഗ്നലിൽ കിടക്കുവാണ്. കുണ്ടറയ്ക്ക് പോകുന്ന വഴി അത് നേരെ പത്തനംതിട്ട. ഇടത്തോട്ട് ഏതായിരുന്നു? ചെങ്ങന്നൂരല്ലേ. ഇങ്ങോട്ടേക്ക് നല്ല ടൗണാല്ലേ. വണ്ടിയൊക്കെ എവിടെയെങ്കിലും കുറച്ച് നേരം ഒന്ന് ബ്രേക്ക് ആയാലേ എത്ര വണ്ടിയാണ് പുറകിന് വന്ന് കിടക്കുന്നതെന്ന് നോക്കി. ഒരു മുസ്ലിം ദേവാലയം. ഈ സൈഡിലൊക്കെ കുറേ ബാഗും ചെരുപ്പും കുടയും അങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ പലതരത്തിലുള്ളതൊക്കെ തന്നെ എല്ലായിടത്തും. മാന്നാർ മെറ്റൽസ് പാത്രക്കട. ഇതിലേ മുന്നോട്ട് പോയാൽ നമുക്ക് ആ ഒരു ബസ് സ്റ്റാൻഡിലോട്ട് പോയി ഇറങ്ങാൻ പറ്റുമേ. ഇത് ഈ ബസ്സെല്ലാം കൂടെ വാല പോകുന്നുണ്ട്. അതിലേ അങ്ങനെ പോയി ബസ് സ്റ്റാൻഡൊക്കെ കണ്ടിട്ട് കയറി വരാം. എന്തായാലും ഉടുപ്പുകളാന്ന് നോക്കി. ഇതാണെങ്കിൽ ഒരു പഴക്കട. ഞാലിപ്പൂവിനും പാളയങ്കോടിനും കദളി എല്ലാം ഉണ്ട്. ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്. അങ്ങനെ ഒരു പൂക്കട കണ്ടു, നല്ലൊരു റീത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെയും ഉണ്ട് കേട്ടോ നല്ല പൂക്കൾ. ജമന്തി. ഇതെന്നാ പൂവാണോ? അരളി. അരളിപ്പൂവ്, ജമന്തി, മുല്ല. ബസ് സ്റ്റാൻഡിലേക്ക് ഇനിയും കുറേ കൂടെ നടക്കാനുണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ട് വേണം കയറിപ്പോയാൽ. ഒരു ബസ് വരുന്ന നോക്കി. അവിടെ കുറേ ഇങ്ങനെ ഒരു വനം പോലെ കിടക്കാം കേട്ടോ. നമുക്ക് ഇവിടുന്ന് വേണം ബസ് സ്റ്റാൻഡിലോട്ട് ഇറങ്ങാൻ കേട്ടോ. അങ്ങോട്ട് പോകണം. ഇവരാണ് കുറേ നേരമായിട്ട് മുന്നിൽ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുക. അങ്ങനെ ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. ചെങ്ങന്നൂർ താമരക്കുളം ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്. ഇവിടെ ആണെങ്കിൽ ഭരണിക്കാവ്, ചാരുമൂട്, ഭരണിക്കാവ് എല്ലാം ഉണ്ട് കേട്ടോ.
ചെറിയ ബസ് സ്റ്റാൻഡാണെങ്കിലും കുറേ ബസ്സൊക്കെ കൊള്ളുന്നൊരു ബസ് സ്റ്റാൻഡാണ്. മേക്കൂരകളൊന്നും ഇല്ലാതെ ഇങ്ങനെയുള്ളൊരു ബസ് സ്റ്റാൻഡാണ്. എന്നാലും ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കുറേ ബസ് കൊള്ളും ഇതിനകത്ത്. അതെ, അവിടെ നിന്ന് ഒരു KSRTC ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് ആ വഴിക്ക് വേണം മുകളിലോട്ട് എനിക്ക് കയറി പോകാനേ. അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ഗാർഡനൊക്കെ കണ്ടേ, ചെടി ഗാർഡനൊക്കെ. ബോഗൺവില്ല എല്ലാം കൂടെ പൂത്തുലഞ്ഞ് നോക്കി നോക്കി. ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടും ഉണ്ട് കുറേ ബോഗൺവില്ലയൊക്കെ ഉണ്ടോ. പൂക്കൾ കണ്ടാൽ അറിയാലോ, നമ്മൾ വിടത്തില്ല. ഇപ്പം ബോഗൺവില്ലയുടെ ഒരു സീസണല്ലേ, കുറേ ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതിലെ മുകളിലോട്ട് വരാം, മെയിൻ റോഡിലോട്ട് വരണം കേട്ടോ. അവിടെ നിന്ന് വലത്തോട്ട് പോയാൽ ശാസ്താംകോട്ടം പോട്ടെ, ഭരണിക്കാവിൽ നമ്മൾ നിൽക്കുന്നത്. ഇടയ്ക്ക് ശാസ്താംകോട്ടം എന്ന് പറഞ്ഞു. അപ്പം വലത്തോട്ട് പോയാൽ ശാസ്താംകോട്ട ഭാഗത്തേക്കും പോവാം, ഭരണിക്കാവ് ടൗണ്. ഇവിടെ ഒരു ചെറിയ പാർക്കാണോ ബാലവാടിയാണോ എന്തായാലും ഒന്ന് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പിള്ളേരുടെ പാർക്കാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ മുകളിൽ കയറി മെയിൻ റോഡിൽ വന്നു കേട്ടോ. മെയിൻ റോഡിൽ കണ്ട് ഇനി മുന്നോട്ട് പോവാം. നമുക്ക് ആ സിനിമാപ്പറമ്പെന്ന് പറഞ്ഞ സ്ഥലം കൂടെ കാണാം. അവിടെ എന്താണ് അങ്ങനെ പേര് വന്ന് നോക്കാം. ബോട്ട് ചെയ്യാൻ പഠിക്കാമെന്നാണ് പറയുന്നത് ഇവർ. ഇവിടെ കയറി ചായ കുടിച്ചിട്ട് പോയാലോ, നടന്നു മടുത്തു. ഞാൻ ശരിക്കും വിയർത്തു കേട്ടോ, നല്ല ചൂടാണ്. പിന്നെ അതിൻ്റെ കൂടെ ഈ ടൗൺ മൊത്തം ഇപ്പോൾ അത്രയും നമ്മൾ കറങ്ങി നടന്നു വന്നില്ലേ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു കടയിൽ കയറി ആദ്യം ഇച്ചിരി വെള്ളം കുടിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ചായ പറയണ്ട, അവിടെ കുടിച്ചിട്ട് മെല്ലെ അപ്പുറത്തോട്ട് പോകും. അങ്ങനെ നമ്മളിപ്പോൾ ഭരണിക്കാവിൽ നിന്നും സിനിമാപ്പറമ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സിനിമാപ്പറമ്പിലൂടെ നടക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഈ ആലയിലല്ലേ, ഈ മാവേലെല്ലാം ലൈറ്റ് വെച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഒരു ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഫുഡിങ് സർവീസ് എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും മാവേലെല്ലാം ലൈറ്റ് ഇട്ട് വെച്ചേക്കുന്നത്. ഷാപ്പ് വല്ലതും ആണോ അറിയില്ല. ഞാനിവിടെ ഒത്തിരി പേരോട് ചോദിച്ചു സിനിമാപ്പറമ്പെന്ന് പേര് വരാനാ കാരണമെന്ന്. ഒരു മനുഷ്യനും അറിയത്തില്ല കേട്ടോ. 3-4 പേരോട് ചോദിച്ചിട്ട് അറിയില്ല. ഇത് നോക്കിയാൽ സോളാർ വെച്ചിരിക്കുന്നുണ്ടോ. അതുപോലെ സോളാർ നമ്മൾ ചെയ്യുന്നതാണ്. എവിടെയെങ്കിലുമൊക്കെ വെക്കാനുണ്ടെങ്കിൽ പറട്ടോ. ഇപ്പം സബ്സിഡിയൊക്കെ ഉണ്ടല്ലോ, ചെയ്തു കൊടുത്തേക്കാം. ഇവിടെ എന്തോ ഫാക്ടറി കേട്ടോ, ഓട് കമ്പനി അങ്ങനെ എന്തെങ്കിലും ആണോ. ഈ കൊല്ലം ഭാഗത്തൊക്കെ ഓട് കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു പറയുന്ന കേട്ടിട്ടുണ്ട്. അതിൻ്റെ എന്തോ പോക്കോളിലൊക്കെയാണെന്ന് തോന്നി മുകളിലോട് നിൽക്കുന്നല്ലേ. എന്താണെങ്കിലും അങ്ങോട്ട് കയറുന്ന വഴിയൊന്നുമില്ല ഇവിടെ. നിർത്തിപ്പോയ പ്രസ്ഥാനം വല്ലതാണോ. ഇവിടെ എല്ലാം വെറും പൊന്തയാണ്. ഞാൻ നടക്കുന്ന ഇടത്ത് സൈഡിൽ കൂടെ കേട്ടോ. പക്ഷേ ഈ ഇടത്ത് സൈഡിലെ കാഴ്ചയുള്ളൂ. അത് കാരണം ഞാൻ ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത്. ഭരണിക്കാവ് മണപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഈ മണപ്പള്ളി എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഏതായിരുന്നു ഒരു മോഹൻലാലിൻ്റെ സിനിമയിലുള്ളൊരു പേര് പോയിരുന്നു അല്ലേ. ഇതിലെങ്ങാണ്ട് ആ ഫാക്ടറിയിലോട്ട് കയറുന്ന വഴിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എല്ലാം പള്ളം ഒഴിച്ച് കിടക്കുക. അങ്ങോട്ടങ്ങോട്ട് ചെല്ലുമ്പോൾ മഴക്കാറ് വരുവാണ് കണ്ടോ. അവിടെ കുറേ ഓടൊക്കെ അടിക്കി വെച്ചേക്കുന്നുണ്ട്. അതൊരു ഓട് കമ്പനിയാണെന്ന് തോന്നുന്നു. കണ്ടോ, അത് നോക്കിയേ. ഇവിടെ എഴുതി വെച്ചേക്കുന്ന ഭരണിക്കാവെന്നാണേ. അങ്ങോട്ടൊരു റോഡൊക്കെ പോകുന്നുണ്ട്. അതെങ്ങോട്ട് പോകുന്ന ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണ് അത്. ബജ്ജിക്കട. ഇപ്പോൾ സിനിമാപ്പറമ്പിലോട്ട് ഇനിയും കുറേ കൂടെ നടക്കണം. ഇതിലേ പോയാലും ഒരു അമ്പലത്തിലോട്ട് പോകാം. ശ്രീകൃഷ്ണ മെഡിക്കൽസ് അല്ല, അപ്പുറത്തൊരു അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണോ ഇത്. ഇവിടെ നിന്നേ മണ്ണടി ഭഗവതി ടെമ്പിളിലേക്ക് 12 കിലോമീറ്റർ, കൊട്ടാരക്കര ടെമ്പിളിലോട്ട് 18 കിലോമീറ്റർ. അങ്ങനെയാണ് വഴിദൂരമൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഇവിടെ വഴി സൈഡിൽ കുറേ പെട്ടിക്കടകളും കച്ചവടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഫ്രൂട്ട്സ്, പലഹാരങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് വന്ന പറമ്പെത്തി, സിനിമാപ്പറമ്പ്. ഇതുണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി സിനിമാപ്പറമ്പാണ് കേട്ടോ. പണ്ട് തിയേറ്റർ ഉണ്ടായിരുന്നോ, സിനിമ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നോ അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നായിരിക്കും അല്ലേ. പത്തനംതിട്ട ഇടത്തോട്ട്, അടൂർ ഇടത്തോട്ട്, വലത്തോട്ട് കൊട്ടാരക്കര. ആ സിനിമാപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന്
ഇവിടെ ഒരു ഹോട്ടലിൻ്റെ പേര് എഴുതിയുണ്ടോ, ഹോട്ടൽ അഡാർ കിച്ചൺ സിനിമാപ്പറമ്പ്. ഇവിടെ വരുന്നത് ശ്രദ്ധിച്ചോട്ടോ, ഫോൺ നമ്പർ ഉണ്ടേ. നല്ല പച്ചക്ക് പച്ച മീൻ. അടൂരിന് 16 കിലോമീറ്റർ, കൊട്ടാരക്കര 18, കൺവെൻഷൻ സെൻറ്ററിന് ഇനി 1 കിലോമീറ്റർ. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഇവിടുന്ന് SN ആയുർവേദ മെഡിക്കൽ ഹോസ്പിറ്റൽ വലത്തോട്ട് 6 കിലോമീറ്റർ, ഇടത്തോട്ട് 16 കിലോമീറ്റർ. നമ്മുടെ എങ്ങോട്ടാ, അടൂരേക്ക്. സിനിമാപ്പറമ്പ് ജംഗ്ഷൻ എത്തി കേട്ടോ. കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ കാണാവേ. ഇതിനകത്ത് കടകളൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെ കൊണ്ട് കുറച്ച് മരത്തണലുകളൊക്കെ ഉണ്ട്. അങ്ങോട്ടതാ മഴ കുത്തിക്കയറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോഴവർക്ക് ഹെൽമെറ്റ് ഒന്നും വേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ പോവാം. അതിലേ പോയാൽ കൊട്ടാരക്കര, ഇതിലേ പോയാൽ അടൂര്. ചോദിച്ച് പോവാം. സുജിത് ഭക്തൻ പറയുന്ന പോലെ നമുക്കിങ്ങനെ കാണുന്ന കാണിച്ചാൽ കണ്ടും കേട്ടും ചോദിച്ച് പോവാം. വലിയൊരു ആല് നിൽക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ പഴയ സാധനങ്ങളും മോട്ടറും ഫാനും ഒക്കെ. ആ മീനൊക്കെ വയ്ക്കുന്ന നോക്കി, അടിപൊളി മീൻ. ഇപ്പോൾ വന്ന മീനാന്ന് തോന്നുന്നു, അന്തിക്കച്ചവടം. ഈ യൂട്യൂബ് ചാനലിൻ്റെ പരിപാടിയാണ്. അപ്പം നമുക്ക് ഈ സിനിമാപ്പറമ്പിലെ പഴയ ചന്തയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. മീനുണ്ടോ? ആ, അപ്പോൾ ഇവിടെ ഇപ്പം മീൻ വന്നേ ഉള്ളൂ. മീനൊക്കെ കണ്ടിട്ട് വരാം. മീന് കൊട്ടടക്ക അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ. ഇതാ വണ്ടിയിൽ മീനിപ്പോൾ വന്ന് ഇറങ്ങി. അവിടെ ഒരു അണ്ണുണ്ടോ, പുള്ളിയോട് ചോദിച്ചിട്ട് വരാം. ഓണറാ അല്ലേ? ഇതാ കൊട്ടപ്പാക്കൊക്കെ പൊളിച്ചു വെച്ചിരിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ അവിടെ നിന്ന് പൊളിക്കുന്നുണ്ട് ആൾക്കാരെ. ഒരെണ്ണൻ ഇവിടെ നിന്ന് പാക്കൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ, ഇതാണ് കൊട്ടപ്പാക്ക് പൊളിച്ചിട്ടിരിക്കുന്നു. ഇതാ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ചന്തയ്ക്ക് നല്ല പഴക്കമുള്ള കേട്ടോ. സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് മുമ്പുള്ള ചന്തയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടോ പഴയ കടകളൊക്കെ നോക്കി. പക്ഷേ ഇപ്പോഴിവിടെ ഇന്നിപ്പോൾ കച്ചവട കാര്യങ്ങളൊന്നും കാണുന്നില്ല. മീനൊക്കെ വന്ന് കിടപ്പുണ്ടേ. അതൊക്കെയാണ് ഈ സിനിമാപ്പറമ്പിലെ ചന്ത, പഴയ ഓൾഡ് ചന്ത. ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് സിനിമാ തിയേറ്റർ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ സിനിമാ തിയേറ്റർ എവിടെയായിരുന്നു കൂടെ ചോദിക്കാം. അപ്പോഴേ നമ്മൾ വിചാരിച്ചല്ലോ ഈ സിനിമാപ്പറമ്പിൽ നല്ല പഴക്കമുണ്ട് കേട്ടോ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഉള്ള ഒരു ചന്തയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം ഇവിടെ. ഇതിൻ്റെ ആ നമ്മൾ ഈ നടന്നു പോകുന്നതിൻ്റെ ഇടത് സൈഡിൽ ഭാഗത്തായിരുന്നു മുരളി എന്ന് പറഞ്ഞൊരു ടാക്കീസൊക്കെ ഉണ്ടായിരുന്നേ. അതിനും സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഡീസൽ എഞ്ചിനൊക്കെ വെച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന തിയേറ്ററായിരുന്നു. ഇവിടെ അടുത്തൊന്നും അന്ന് തിയേറ്ററില്ല. ഭരണിക്കാവിലെ ശാസ്താംകോട്ട ഒന്നുമില്ല. ഇപ്പോൾ ഇവർ പറഞ്ഞ അനുസരിച്ച് അവരാരും മുഖം തരുന്നില്ല. അതാണേ, നമ്മളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. പറഞ്ഞോളാനാണ് പറയുന്നത്. അപ്പം അന്ന് ഇതായിരുന്നു മെയിൻ ചന്ത. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പഴയ ചന്തയോ കാര്യങ്ങളൊന്നും ഇവിടെ നമുക്കിപ്പോൾ കാണത്തില്ല. സിനിമാ തിയേറ്റർ ബസ് പോകുന്ന പോക്ക് വയ്ക്ക്, ചെറിയ കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇതാണ് NH 183 ഇത് കേട്ടോ. നമ്മുടെ അങ്ങോട്ട് കയറി വരുന്ന റോഡ്, അതായത് കൊല്ലത്തുനിന്ന് വരുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു ലോഡ്ജൊക്കെ നോക്കി. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ശ്യാം സോമില്ല, അവിടെ ഒരു മില്ലുണ്ട് കേട്ടോ. ഇവിടുന്ന് എങ്ങോട്ടുണ്ടോ ഇടത്തോട്ട് വഴി കിടക്കുന്നത്. ആ വഴിക്കായിരുന്നു സിനിമാ തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നേ. ആ പോകുന്ന വഴിക്ക് ഇപ്പോൾ എല്ലാം സ്ഥലങ്ങളെല്ലാം വീതം വെച്ച് കൊടുത്ത് എല്ലാം ആൾക്കാർ താമസമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കണ്ട ആ ഒരു ഭാഗത്തായിരുന്നു തിയേറ്റർ, മുരളി തിയേറ്റർ ഉണ്ടായിരുന്നത്, പഴക്കമുള്ള. അതുകൊണ്ടാണ് ഇവിടെ സിനിമാപ്പറമ്പ് എന്നുള്ള പേര് വന്നു കേട്ടോ. ഞാനും ഇങ്ങനെ കുറേ ആയിട്ട് ഈ സംഭവങ്ങൾ അന്വേഷിച്ച് വരുമായിരുന്നു. കാരണം ഇതൊത്തിരി പഴക്കമുള്ളൊരു സ്ഥലമാണ്. ഇവിടെയൊക്കെ കണ്ടോ കച്ചവടം, മീൻ കച്ചവടത്തിൻ്റെ പരിപാടികളാണ്. ഇതിന് ശേഷമാണ് ശാസ്താംകോട്ടയും ഭരണിക്കാവും ഒക്കെ വന്നതെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. നമ്മളവിടെയൊക്കെ കപ്പ ഇങ്ങനെ അടത്തിയല്ലേ വെക്കുന്നത്. ഇവിടെ കണ്ടോ കപ്പ ഇങ്ങനെ അതേപടി വെച്ചിരിക്കുന്നത്. അല്ലാതെ ഉണ്ട് കേട്ടോ, അത് അവിടെയും വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ പെട്ടിക്കടയൊക്കെയാണ്, നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ കൊട്ടരക്കയുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ. അതുപോലെ പച്ചക്കപ്പയുണ്ട്. കടയിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചായ കപ്പ, നാരങ്ങാവെള്ളമൊക്കെ ആണോ? ആ, മുറുക്കാനോ നാരങ്ങാവെള്ളം അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. ആ ആ ആണ് മുറുക്കാമ്പതി ഇവർ വിൽക്കുന്നത്. ഇത് രണ്ടാവില്ലേ ഒരു പാക്കറ്റ്? 20 രൂപ അല്ലേ? വെറ്റിലടക്ക പോലെ എല്ലാം ഉണ്ട് ഇതിനകത്ത്.
എല്ലാം ഉണ്ടല്ലേ? ശരി ശരി. 4 മുറുക്കാൻ 20 രൂപ. ഇപ്പോൾ ഞാൻ ഈ ബസ്സിൽ കയറി പോവാം. അപ്പോൾ നമ്മൾ ആ ബസ്സിൽ കയറിയില്ല കേട്ടോ, കാരണം ആ ബസ് ഫുള്ളായിരുന്നു. ഇനി വേണാട് ബസ് വരാണെന്ന് പറഞ്ഞു, അതൊക്കെ കയറാം. നോക്കി ഈ ഒരു ലൊക്കേഷനൊക്കെ, ഈ ഒരു ഭാഗമൊക്കെ കാണാൻ എന്നെ രസമാണ് ഇതിൻ്റെ ഇറങ്ങും. ഇപ്പോൾ ഒരു മഴയും കൂടെ പെയ്യാണ്, അടിപൊളിയായിരുന്നു. ഓട്ടോ സ്റ്റാൻഡ് ഇപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇച്ചിരി വെയിലൊക്കെ മാറി ഒരു ചെറിയ തണുപ്പൊക്കെ വന്നേ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇവിടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ. എന്ന് വെച്ചാൽ എന്നോട് ഇവിടുത്തെ വരുന്ന അണ്ണൻ കണ്ടോ, ആ തോർത്തിട്ട് അതിലെ കൂടെ വരുന്ന പുള്ളി എന്നോട് സ്റ്റോറി എല്ലാം പറഞ്ഞത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ശനി ഞായർ ദിവസങ്ങളിലൊക്കെ സൂചി കുത്താൻ പോലും ഇടയില്ലാതിരുന്ന അവസ്ഥയായിരുന്നു പറഞ്ഞത്. അതുപോലെ ആൾക്കാർ വരുമായിരുന്നു സാധനം മേടിക്കാനായിട്ടേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ വിറ്റഴിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു മേഖലയായിരുന്നു ഈ സിനിമാപ്പറമ്പെന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഭയങ്കര ഒരു പേരായിട്ട് ഇപ്പോഴും ഇങ്ങനെ, പിന്നെ ആ സിനിമാ തിയേറ്ററിൻ്റെ പേരും എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ കിടക്കുന്നത്. അപ്പോഴെങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഭരണിക്കാവും സിനിമാപ്പറമ്പിലെയും കാഴ്ചകളൊക്കെ? വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും അത് ഹൈപ്പൊക്കെ ചെയ്യുക. പിന്നെ ഈ ഭരണിക്കാവിലും ഈ പിന്നെ സിനിമാപ്പറമ്പിലൊക്കെ ഉള്ളവർ വീഡിയോ കാണുന്നുണ്ടെന്ന് കമൻറ്റൊക്കെ ചെയ്യുക. ഇവിടുത്തെ എനിക്കറിയാൻ മേലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അപ്പം നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ.